ഇപ്പോൾ വയനാട്ടിൽ മൂന്നാം ദിനമാണ് രക്ഷാദൗത്യം. വളരെയധികം ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ബെയിലി പാലത്തിൻ്റെ അടക്കമുള്ള നിർമ്മാണം പുരോഗമിക്കുന്ന സാഹചര്യമാണ്. സമാന്തരമായ ഒരു പാലം നിർമ്മിക്കും, അതിനോടൊപ്പം തന്നെ സമാന്തരമായ പാലം നിർമ്മിക്കും. വളരെ നിർണായകമായ ഒരു ഘട്ടമാണിത്. കാരണം പാലം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ശക്തമായ മഴയിൽ അവിടെ താൽക്കാലികമായി നിർമ്മിച്ച പാലം ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അത് രക്ഷാപ്രവർത്തനത്തിന് വളരെയധികം വലിയൊരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് രക്ഷാപ്രവർത്തനത്തെ എത്തിച്ചു. ഇപ്പോൾ നിലവിൽ അവിടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. ഉച്ചയോടുകൂടി തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പൂർത്തിയാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ അനൂപ് ഉണ്ടായിരുന്നു. അനൂപ് ഒരിക്കൽ കൂടി ചേരുന്നു. അനൂപ്, നിലവിൽ മഴ അവിടെ ഏകദേശം ശമനം ആയി എന്ന് മനസ്സിലാക്കുന്നു. കാരണം മഴയുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർവകക്ഷി യോഗം അവിടെ നടക്കും എന്നുള്ളതാണ്. മന്ത്രിമാരടക്കം അവിടെയുണ്ട്. മുഖ്യമന്ത്രി വയനാട്ടിൽ എത്തി. എത്ര മണിക്കാണ് സർവകക്ഷി യോഗം തുടങ്ങുക? ഈ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? മന്ത്രിതല സംഘം നേരത്തെ തന്നെ വയനാട്ടിലുണ്ട്. 5 അംഗ മന്ത്രിതല സംഘം കഴിഞ്ഞ ദിവസം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അവർ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മറ്റുമായി അവർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് ഒരു ഏകോപന യോഗം ആ നിലയ്ക്ക് നടക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്കറിയുന്ന വിവരങ്ങൾ പ്രകാരം മുഖ്യമന്ത്രി എത്തി. ആദ്യം ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗം നടക്കും. അതിനുശേഷം വിവിധ വകുപ്പുകളുമായുള്ള ഏത് വിധത്തിൽ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുമായിട്ടൊരു കൂടിക്കാഴ്ച കൂടി മുഖ്യമന്ത്രി നടത്തും. അതിനുശേഷം ക്യാമ്പുകളും ആശുപത്രികളും സന്ദർശിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ ദുരന്ത ബാധിത മേഖലയിൽ ഉൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഏതായാലും ഇന്ന് ഏറെ പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് ഈ വാഹനം നിയന്ത്രിക്കുകയും അതോടൊപ്പം കൂടുതൽ യന്ത്ര സാമഗ്രികൾ അവിടേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ബെയിലി പാലത്തിന്റെ ഒരു പ്രാധാന്യം ഏറെ പ്രസക്തമാക്കുന്നത്. അവിടെ ഈ പാല നിർമ്മാണത്തിൽ ഇരിക്കുകയാണ്. അത് ഇന്ന് ഉച്ചയോടുകൂടി പൂർത്തീകരിക്കും എന്നാണ് സൈന്യം പറയുന്നത്. നമുക്കറിയാം, ഈ പാലം പൂർത്തിയായാൽ മാത്രമാണ് ഭാരം തീർച്ചയായിട്ടും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തന്നെ ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണമാണ്. കാരണം അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിലുള്ള ഒരു പുരോഗതി കൈവരിക്കാനാകുകയുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യസഹജമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം സാധ്യമായ വേഗത്തിൽ ഈ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. ഈ രാജ്യത്തെ ഉലയ്ക്കുന്ന തരത്തിലുള്ള ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും ഈ പല ആളുകളും ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളടക്കം നടത്തുന്ന സാഹചര്യം വളരെയധികം കൂടുതലാണ്. കാരണം ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വ്യാജ പ്രചരണം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ വ്യാജ പ്രചരണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഈ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ ആളുകളുടെ പണമാണ് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്നത്. അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാനും ഈ ദുരിതത്തിൽ അകപ്പെട്ടുപോയ ആളുകളുടെ പുനരധിവാസത്തിനായി ആ പൈസ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ 2018 അടക്കമുള്ള സാഹചര്യത്തിൽ പോലും ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിൽ, അവർക്ക് വേണ്ട വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ, അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുന്നതിൽ, കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാണ് ഈ ദുരിതബാധിതർ, അല്ലെങ്കിൽ ദുരന്തത്തിൽ നിന്ന് അതിജീവിച്ചവർ. കാരണം
അതിജീവനം എന്നതിനപ്പുറം അവർക്കൊരു പക്ഷേ അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ദുരിതത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അവരെ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഒരു കൈത്താങ്ങ് നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനാണ് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ദുരിതാശ്വാസ നിധി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.